ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കായിട്ട് ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കി തരുന്നുണ്ട് ഡാലി ചേച്ചി. ഒന്ന് കണ്ടു നോക്കാം. സ്ലൈസ് ചെയ്യാൻ പറ്റും. ഫുള്ള് നെയ്യായില്ലേ? ഫുള്ള് ഇടണം. എടുത്തു വെക്കോ? ഇത് വലിയ കഷ്ണമായിട്ട് വേണമല്ലേ? ഇത് ശരിക്കും ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞ് സ്ലൈസ് ചെയ്യണം. ഇത് കൊള്ളില്ലേ? ഇത് 2 കിലോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലേ? അതിന് മറ്റേതാകുമ്പോൾ അങ്ങനെ വെറുതെ ഇട്ടിട്ട് കൊടുക്കും. അതിൻ്റെ അടിയിലേക്ക് നോക്കാം. വെള്ളം ഒഴിക്കാതെ വേവിക്കാം. വേണമല്ലോ. നമ്മൾ അതിന് എരിവ് മുന്നേ നിൽക്കണമല്ലോ. ഇപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ ഞെട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എന്തോരം ഉണ്ടാവും? 100 ഗ്രാമോ? 100 ഗ്രാം. നമ്മൾ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുക്കറിൽ വെച്ചിട്ട് വെള്ളം ചേർക്കാതെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇത് നമുക്ക് മിക്സി വേണം. വെറുതെ ഒന്ന് ക്രഷ് ചെയ്യാതെ, ഫൈനായിട്ട് പൊടിക്കണ്ട, വെറുതെ ചതച്ചെടുത്തോ. നമ്മളിത് ഇതുപോലെയാണ് മുളക് പൊടിച്ചെടുത്തേക്കുന്നത്. ക്രഷ് ചെയ്തെടുത്തേക്കണം, നന്നായിട്ട് പൊടിച്ചിട്ടില്ല. ഈ ഒരു പാകത്തിന്. ഇതിപ്പോൾ 200 ഗ്രാം ക്രഷ്ഡ് ആയിട്ടുള്ള റെഡ് ചില്ലീസ് ഉണ്ട്. 2 കിലോ ബീഫിനാണ് ഇത്രയും. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാൻ പോവാണ്. ഇത് 4 ഉണ്ട വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണമുണ്ട്. നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്താൽ മതിയല്ലേ? പേസ്റ്റ് ആക്കണ്ട. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇത് വിസിൽ വരുന്നുണ്ട്. ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ? ഒറ്റ വിസിലേ വേവിക്കാൻ പാടുള്ളൂ. അധികം വെന്ത് പോയാൽ അതിങ്ങനെ എന്താ പറയുക, നമുക്ക് മുറിക്കാനായിട്ട് പറ്റില്ല അല്ലേ? ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ ഇതിനകത്തൊന്ന് എടുത്തിട്ട് അതിങ്ങനെ ചൂടാറല്ലേ? അപ്പൊ ഈ കറിക്ക് നമുക്ക് ഇത് ആവശ്യമില്ല അല്ലേ? സ്റ്റോക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് വല്ല സൂപ്പ് ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാം. ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം എത്ര സ്റ്റോക്ക് ഉണ്ട്. ബീഫ് വേവിച്ച, അതായത് ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണിത്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ വലിയ പീസസ് ആയിട്ട് നമ്മൾ വാങ്ങണമായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചു വന്നപ്പോൾ ഇത് തീരെ ചെറുതായി പോയി. വലിയ കഷ്ണമായിട്ട് വാങ്ങണം അല്ലേ? ഇങ്ങനെ ഇതായിട്ട് നമ്മള് വലിയതാവുമ്പോ ഇത്ര പീസ് വരുമല്ലോ. ഇങ്ങനെ നീളത്തിൽ മുറിക്കണം. എനിക്കറിയില്ലായിരുന്നു ചെറുതായിട്ടാണ്. അല്ല ചെയ്യുമ്പോ നോക്കിയാ എല്ലിന്റെ പീസൊക്കെ നെയ്യും എല്ലും ഒക്കെ. നെയ്യ് അധികം ഇല്ലാത്ത പീസ് നോക്കി വാങ്ങണം അല്ലേ? നെയ്യ് അധികം വേണ്ട. ഇങ്ങനെ ആക്കിയിട്ട് അതുപോലെ വെന്ത് പോയാലും മുറിക്കാൻ പാടായിരിക്കും. അതപ്പോ അത് കാരണം ഒരു ഇതാവുമ്പോ നമുക്ക് എടുക്കാം. ഇത് സാധാരണ വെപ്പന്നെയാണ്. ബീഫും കൂർക്കയും കൂടെ അതൊക്കെ ഒരുമിച്ചിട്ടിട്ടുള്ള ഇതാണ്. അതൊന്നും ഞാനിതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ ആണോ? തൃശ്ശൂർ സ്റ്റൈലാന്ന് കേട്ടിട്ടുണ്ട്.
ഇത് എല്ലിൻ്റെ പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കഷ്ണം, അതായത് മാംസമുള്ള പീസ് മാത്രമേ നമ്മൾ മുറിക്കുന്നുള്ളൂ അല്ലേ? ബീഫൊക്കെ നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിങ്ങനെ ചെറിയ പീസായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ വലിയ പീസായിട്ട് എല്ലില്ലാതെ അധികം നെയ്യില്ലാത്ത പീസസ് ആയിട്ട് വാങ്ങണം. വലിയ വലിയ കഷ്ണങ്ങളായിട്ടല്ലേ വാങ്ങണം. എന്നിട്ട് ഇതുപോലെ വേവിച്ചിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഉപ്പിടണോ? ഇനി ഉപ്പിടണോ? ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്. മൂന്ന് മുട്ട അല്ലേ? 2 കിലോ ബീഫിൽ 3 മുട്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. മുഴുവൻ ഇട്ടില്ലല്ലേ? മറ്റേ എനിക്ക് ആവശ്യമുണ്ട് അവസാനം അല്ലേ? ഇത് മീറ്റ് മസാല അല്ലെങ്കിൽ ബീഫ് മസാല അല്ലേ? അല്ലെങ്കിൽ ഗരം മസാല, ഏതെങ്കിലും ഒന്ന് മതി. അല്ല, ബീഫ് ഇതിന് മസാല വാങ്ങണം. മീറ്റ് മസാല. കുറച്ച് ഉപ്പ്. നമ്മൾ ആദ്യം ബീഫിൽ ഉപ്പിട്ട് വേവിച്ചാണ് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിനായിട്ട് കുറച്ച് ഉപ്പല്ലേ? ഇനി നമുക്ക് കുറച്ച് കളർ ചേർക്കാം. കളർ ഓപ്ഷണൽ അല്ലേ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ കളർ ചേർത്താൽ ഇത് ഭംഗിയായിട്ടിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കറുത്ത കളറാവും. ഇതിപ്പോൾ ഇത് വറുത്തിട്ടുള്ളതാകുമ്പോഴായാലും അത് ഭംഗി ഉണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്. ഏതാ വിനാഗിരി, നാരങ്ങാനീര്. 1/2 മണിക്കൂറൊക്കെ മതിയോ? വേറൊരു കളറായിട്ടുണ്ട്. രണ്ടല്ലേ? അതെ അതെ, ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് അല്ലേ? ഇങ്ങനെ വലിയ കഷ്ണമായിട്ടോ. ഓക്കെ, കണ്ണെരിയും കണ്ണുകളും സവോളയൊക്കെ നമ്മളിത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന കൊല്ലമുളക് നമുക്ക് നെറ്റ് കളഞ്ഞെടുക്കാം അല്ലേ? എന്നിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ കടുക് തിരി ഉലുവ തിരി വേവല് വിടണം. ഉലുവ ഇത്രയും മതി. കടുക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള, കടുക്, ഉലുവ, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി, ഇത് കറിവേപ്പില. മല്ലിയില വേണ്ട അല്ലേ? ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണം കേട്ടോ.
ഇപ്പോൾ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടില്ല. നമുക്ക് ബീഫ് ഇട്ട് വറക്കാം അല്ലേ? നന്നായിട്ട് വറക്കണം, ചെറുതായിട്ടൊന്ന് വലിഞ്ഞാൽ മതി. പിന്നെ എല്ലാം കൂടെ വെറുതെ മിക്സ് ചെയ്താൽ മതി അല്ലേ? വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി അല്ലേ? പിന്നെ കടുക് പൊട്ടിച്ചിട്ടുള്ള പണി. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ബീഫും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ചേർത്തേക്കണ എണ്ണയുടെയും പിന്നെ ആ ബീഫിലുള്ള നെയ്യിൻ്റെയും കൂടെ ആണ് ഇങ്ങനെ പൊങ്ങി വന്നേക്കണത്. ആയല്ലേ? അത് അന്ന് ചേച്ചി ഉണ്ടാക്കി തന്നത് പെട്ടെന്ന് തീർന്നു പോയി. ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് അല്ലേ? അങ്ങനെ കഴിക്കാൻ ഈ വറുത്ത് വെച്ചേക്കണത് ശരിയാ. ഒരു ഉരുളി നമുക്ക് ചൂടാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പാത്രം അല്ലേ, കടായി ചൂടാക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാകും അല്ലേ ചേച്ചി? ആ ഓക്കെ. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർക്കാം. കടുക്, ചേർക്കാം. ഉലുവയും കടുകൊക്കെ കുറേശ്ശെ, അതെ ഉലുവയും കടുകും 1 ടീസ്പൂൺ വീതം മതിയാവും. വറ്റൽമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് ചേർക്കാം. ഇനി സവാള, നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന സവാള അധികം ബ്രൗൺ ആകണ്ട അല്ലേ? ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ വെറുതെ ഒന്ന് വാടി വന്നാൽ മതി. കറിവേപ്പിലയോ? വേണം. കറിവേപ്പില ചേർക്കാം. നമ്മൾ ബീഫ് വറക്കാനെടുത്ത എണ്ണ മുഴുവൻ ഒഴിക്കുക ചേച്ചി. കുറച്ചൊഴിക്കാം.
എരിവുണ്ടോ? എരിവുണ്ടോ? ഇതാ എരിവില്ല കേട്ടോ. ഉപ്പിടും. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച സമയത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു, മസാലയിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ സവോളയിൽ ഇത്തിരി ഉപ്പിടാം. സവോള ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് ചതച്ചത് ചേർക്കാം. മുഴുവനും ചേർക്കും അല്ലേ ചേച്ചി? എരിവിനനുസരിച്ച്. നല്ല എരിവ് വേണ്ടൊരു ഡിഷാണല്ലേ. ഇത് കുറച്ച് നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ ചേച്ചി? കുറച്ച് നാളത്തേക്ക് പിന്നെ 2-3 ദിവസത്തേക്ക് പുറത്ത് വെക്കാം അല്ലേ? ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ അല്ലേ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇനി മിക്സ് ചെയ്യാം, അത്രേ ഉള്ളൂ അല്ലേ? ഒന്ന് വലിഞ്ഞ് വരണം അല്ലേ? കാണാൻ നല്ല ഭംഗി. എരിവിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അല്ലേ? ശരിക്കും നന്നായിട്ട് എരിവ് വേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കാം. ഇത് ശരിക്കും അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ അല്ലേ? ആ അല്ലേ. സാധാരണ ബീഫ് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് കുറേ നേരം നമുക്ക് 2 നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കാം, ഒരു പുളിക്കായിട്ടല്ലേ. നമ്മൾ നേരത്തെ വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം അല്ലേ? പക്ഷെ വിനാഗിരി അധികം ചേർക്കണ്ട, അതിക്കാട്ടിൽ നല്ലത് നാരങ്ങ ചേർക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി 1 ചേർത്തുള്ളൂ. അവസാനം നമുക്ക് ടൊമാറ്റോ സോസ് അഥവാ ടൊമാറ്റോ കെച്ചപ്പ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ? ഇത് എത്ര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്? ഒരു 3-4 ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.